ഹായ് ഫ്രണ്ട്സ്, ആർഫറയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 2026 ഈ വർഷം പിറന്നതിന് ശേഷം ഇപ്പോൾ ഏകദേശം 6 മാസം പിന്നിട്ടുകൊണ്ട് ഏകദേശം പകുതിയോളം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിൻ്റെ ഒരു പ്രകടനം നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ അതിനെ ഒരു ഹെൽത്തി കറക്ഷൻ ഫേസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ഇതിന് മുമ്പത്തെ 2 വർഷങ്ങളിൽ മാർക്കറ്റ് വലിയ കുതിപ്പാണ് നടത്തിയത്. അപ്പോൾ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 2026 ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്പം ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ തോതിൽ വളറ്റിലിറ്റി സമ്മാനിച്ച ഒരു വർഷമാണ്. അപ്പോൾ ഈ വർഷം ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്ക് ഇൻഡെക്സായ നിഫ്റ്റി 50 ഏകദേശം 9.5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം 2026 ജനുവരിയിൽ 26,100 മുകളിൽ പോയതിന് ശേഷം ഇപ്പോൾ നമ്മൾ കാണുന്നത് 23,600 എന്നുള്ള ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും മാർക്കറ്റ് ഇതിനെ ഒരു വലിയ തകർച്ചയായിട്ട് കാണുന്നില്ല, മറിച്ച് ഇതൊരു ടൈം കറക്ഷൻ ആയിട്ടാണ് പൊതുവെ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. കാരണം നമ്മുടെ മാർക്കറ്റിലെ സ്റ്റോക്കുകളുടെയൊക്കെ PE റേഷ്യോ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആവറേജിനേക്കാൾ വളരെ കൂടുതലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരു സ്ട്രെച്ച്ഡ് വാല്യുവേഷൻ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കറക്ഷനോടുകൂടി നമ്മൾ കുറച്ചും കൂടി റീസണബിൾ ആയിട്ടുള്ള വാല്യുവേഷനിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു കറക്ഷനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം FISന്റെ സെല്ലിംഗ് ആണ്. ഇപ്പോൾ ഗ്ലോബൽ ലെവലിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില ഉയർന്നതും അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ വർദ്ധിച്ചതും കോർപ്പറേറ്റ് ഏർണിങ്സ് അടുത്ത ക്വാർട്ടറുകളിൽ മോശമാകുമെന്നുള്ള ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ട് FIS അവരുടെ ഹോൾഡിങ്ങുകൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിങ് ഇന്ത്യൻ മാർക്കറ്റിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം അപ്പോൾ അത് നമ്മുടെ മാർക്കറ്റിനെ വലിയൊരു തകർച്ചയിൽ നിന്നും താങ്ങി നിർത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 2026 മുതൽ മെയ് 15 വരെയുള്ള ഈ ഒരു കാലയളവിൽ നിഫ്റ്റി 50 9.5% ആണ് ഡൗൺ ആയിട്ടുള്ളത്. എന്നാൽ നിഫ്റ്റി നെക്സ്റ്റ് 50യോ നിഫ്റ്റി മിഡ് ക്യാപ്പോ അത്രമാത്രം ഇടിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ലെവലിലുള്ള ഒരു റിട്ടേൺ ആണ് ഈ 2 ഇൻഡെക്സുകൾ നൽകിയതെന്ന് കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം നിഫ്റ്റി 50യിലാണ് ഏറ്റവും അധികം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവർ വലിയ തോതിൽ ഫണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നിഫ്റ്റി 50യിലാണ് അതിൻ്റെ കുറവ് അനുഭവപ്പെടുക. അതുകൂടാതെ വലിയ കമ്പനികളുടെ കോർപ്പറേറ്റ് ഏർണിങ്സിലും കുറവുണ്ടായതും ആ മേഖലയിൽ വലിയ ഇടിവിന് കാരണമായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഭേദപ്പെട്ട പ്രകടനം നമ്മൾ കാണുന്നത് സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലുമാണ്. പക്ഷേ നമുക്കറിയാം ഈ സ്മോൾ ക്യാപ്പ് ആയാലും മിഡ് ക്യാപ്പ് ആയാലും ഹൈലി ഓവർ വാല്യൂഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വലിയൊരു കറക്ഷൻ ഈ 2 മേഖലയിൽ നടന്നപ്പോൾ അത്യാവശ്യം ഒരു ബൈങ് ഈ മേഖലയിൽ നടക്കുന്നത് കൊണ്ടാണ് ഒരു തിരിച്ചുവരവ് നമ്മൾ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും കാണുന്നത്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2026 ഇതുവരെ ഒരു ട്രേഡ് മൈൻഡ് സെറ്റോടുകൂടി അല്ലെങ്കിൽ ഷോർട്ട് ടേം മൈൻഡ് സെറ്റോടുകൂടി വന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ലാഭം കൊയ്യാൻ അവസരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും ഒരേ നേർരേഖയിലേക്ക് ഉയരത്തിലേക്ക് പോവുകയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നീങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു അക്യുമുലേഷൻ വർഷമായിട്ട് നമുക്ക് ഈ 2026 കാണാവുന്നതാണ്. ഇപ്പോൾ 2026 പിറന്നതിന് ശേഷം ഇയർ ടു ഡേറ്റ് ഏറ്റവും ഉയർന്ന റിട്ടേൺ നൽകിയ ETF-കളെ നമ്മളൊന്ന് വിലയിരുത്താൻ ശ്രമിച്ചാൽ അവിടെ കാണുന്നത് ഇൻ്റർനാഷണൽ ETF-കളും അതുപോലെ തന്നെ കമ്മോഡിറ്റി ബേസ്ഡ് ആയിട്ട് ETF-കളുമാണ് നല്ല റിട്ടേൺ ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും അധികം റിട്ടേൺ നൽകിയ ഒരു സെക്ടർ നമ്മൾ കാണുന്നത് US ബ്രോഡ് മാർക്കറ്റ് ETF-കളാണ്. ഇപ്പോൾ US-ൻ്റെ നാസ്ഡാക്ക് ETF, S&P 500 ETF-കളൊക്കെ നല്ല റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ US മാർക്കറ്റിലെ മുന്നേറ്റം ഈ ഫണ്ടുകൾക്ക് ഗുണകരമായി മാറിയിരുന്നു. അപ്പോൾ നമ്മൾ കാണുന്നത് മോട്ടിലാൽ ഒസ്വാൾ നാസ്ഡാക്ക് 100 ETF പോലെയുള്ള നാസ്ഡാക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ETF ഏകദേശം ഇയർ ടു ഡേറ്റ് 40% മുകളിലുള്ള റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. ഇതേപോലെ ഇന്റർനാഷണൽ US ടെക് ETF-കൾ പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റോക്കുകളിലും ചിപ്പ് നിർമ്മാതാക്കളായ NVIDIA, മൈക്രോസോഫ്റ്റ് എന്നിവയിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന US ടെക് ETF-കൾ അവിടെ 20% മുകളിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് മിറായ അസറ്റിൻ്റെ NYSE FANG Plus ETF അത് ഈ രീതിയിൽ നല്ല റിട്ടേൺ നൽകിയ ഒരു ETF ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി കമ്മോഡിറ്റി മേഖലയിലേക്ക് വന്നാൽ ഏറ്റവും നല്ല റിട്ടേൺ നൽകിയിട്ടുള്ളത് സിൽവർ ETF-കൾ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷം മാർക്കറ്റിനെ കീഴടക്കിയത് സിൽവർ, ഗോൾഡ് കമ്മോഡിറ്റികളാണ്. അപ്പോൾ ആഗോളതലത്തിൽ ഈ സിൽവറിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ യൂസേജ് വർദ്ധിച്ചതാണ് സിൽവർ ETF ഉയരാൻ കാരണം. ഇപ്പോൾ ഏകദേശം 150% റിട്ടേൺ ഒരു വർഷം നൽകിയിട്ടുണ്ടെങ്കിലും 2026 ജനുവരി മുതൽ ഈ ഒരു മെയ് മാസം വരെയുള്ള റിട്ടേൺ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കൂൾ ഡൗൺ ഉണ്ടായിട്ടുണ്ട്, പ്രൈസ് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓവറോൾ റിട്ടേൺ നമ്മൾ കാണുന്നത് 16 മുതൽ 17% ഒരു റിട്ടേൺ ആണ് സിൽവർ ETF-കൾ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നിപ്പോൺ ഇന്ത്യ സിൽവർ ETF, ടാറ്റ സിൽവർ ETF, ICICI പ്രൊഡൻഷ്യൽ ETF,
DSP സിൽവർ ETF തുടങ്ങിയ ധാരാളം ഈ സിൽവർ ETFകൾ ഈ രീതിയിലുള്ള റിട്ടേൺ നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ ഗോൾഡിലും നല്ല മുന്നേറ്റം ഉണ്ടായതായിട്ട് നമുക്കറിയാം. കഴിഞ്ഞ ഒരു വർഷം 60-70% റിട്ടേൺ ഒക്കെയാണ് ഗോൾഡ് ETF നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ 2026 പിറന്നതിന് ശേഷം ഗോൾഡ് പ്രൈസിൽ ഒരു കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബലായിട്ടുള്ള അൺസർട്ടനിറ്റിയും അതിനൊരു കാരണമായിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ സിൽവർ പോലെ തന്നെ ഏകദേശം 17% റിട്ടേൺ ആണ് ഈ 2026 വർഷത്തിൽ നമ്മൾ ഈ ഗോൾഡ് ETF കാണുന്നത്. അപ്പോൾ അവിടെ നിപ്പോൺ ഇന്ത്യ ഗോൾഡ് ബീസ്, അതുപോലെ HDFC ഗോൾഡ് ETF, SBI ഗോൾഡ് ETF ഒക്കെ ഈ രീതിയിലുള്ള റിട്ടേൺ നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇൻ്റർനാഷണൽ ETFകളും കമ്മോഡിറ്റി ETFകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ശക്തമായ റിട്ടേൺ നൽകിയ മറ്റൊരു സെക്ടർ ETF PSU സ്റ്റോക്കുകളുടെ ഒരു ഇൻഡെക്സ് ആയിട്ടുള്ള CPSE ETFകളാണ്. അപ്പോൾ ഏകദേശം 12-16% വരെയുള്ള റിട്ടേൺ ഈ CPSE ETFകൾ നൽകിയിട്ടുണ്ട്. നിപ്പോൺ ഇന്ത്യയുടെ CPSE ETF, ഭാരത് 22 ETF ഒക്കെ ഈ രീതിയിലുള്ള റിട്ടേൺ നൽകിയായിട്ട് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടർ ETF മെറ്റൽ ETFകളാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്മോഡിറ്റിയിൽ വിലകളിലുണ്ടായിട്ടുള്ള ഉയർച്ച, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ലീഡിംഗ് മെറ്റൽ കമ്പനികളായിട്ടുള്ള ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ തുടങ്ങിയ പല ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്കുകൾ ഉൾപ്പെടുന്ന ഈ ഒരു ഇൻഡെക്സ് ETF 18-19% വരെ റിട്ടേൺ നൽകിയായിട്ട് കാണാം. അപ്പോൾ അവിടെ ICICI Prudential നിഫ്റ്റി മെറ്റൽ ETF ഉണ്ട്. അതിൻ്റെയൊക്കെ റിട്ടേൺ ഈ രീതിയിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2026 പകുതിയോളം ഇത്തരത്തിലുള്ള റിട്ടേൺ നൽകിയ ഈ ETFകൾ അടുത്ത 6 മാസം ഇതേ റിട്ടേൺ നൽകുമോ എന്ന് ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇപ്പോൾ ഈ സിൽവർ ഗോൾഡ് ETFകൾ നൽകിയ വലിയ റിട്ടേൺ അത് അടുത്ത 6 മാസത്തിലും വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉദാഹരണത്തിന് ഏതൊരു അസറ്റ് ക്ലാസ് ആയാലും വളരെ പെട്ടെന്ന് വലിയ കുതിപ്പ് നടത്തിയാൽ അതിനുശേഷം ഇൻവെസ്റ്റേഴ്സ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തും. ഇപ്പോൾ നിലവിൽ സിൽവറിൽ അത്തരത്തിലുള്ള കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഗോൾഡിലും ഇതേപോലെ ഒരു കറക്ഷൻ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സിൽവറുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം, അത് വെറും ഒരു ജ്വല്ലറി അല്ല, മറിച്ച് സോളാർ പാനലുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ കമ്പോണൻ്റ് ആണ്. അപ്പോൾ വലിയ തോതിൽ ഇതിൻ്റെ വില ഉയരുമ്പോൾ കമ്പനികൾ ഇതിനെ മറ്റ് ആൾട്ടർനേറ്റീവിനെ കുറിച്ച് ചിന്തിച്ചേക്കാം. അപ്പോൾ സിൽവറിൻ്റെ ഉപയോഗം കുറക്കാൻ ശ്രമിച്ചേക്കാം. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ സിൽവറിൻ്റെ ഈ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടന്നെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു നെക്സ്റ്റ് 6 months ഒരു നോർമൽ 5-15% ഒരു റിട്ടേൺ ഗോൾഡ് സിൽവറിൽ പ്രതീക്ഷിക്കാവുന്നതാണെന്നാണ് പൊതുവെ മാർക്കറ്റ് വിലയിരുത്തുന്നത്. അപ്പോൾ അടുത്തൊരു 6 മാസത്തേക്ക് ഏതൊക്കെ ETFകൾ തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു കറക്ഷൻ നടക്കുന്ന ഒരു മാർക്കറ്റാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ റിസ്ക് ഇല്ലാത്തതും എന്നാൽ സ്റ്റെബിലിറ്റി ഉള്ളതുമായ തീമുകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും സുരക്ഷിതം. ഉദാഹരണത്തിന് ഡിഫെൻസീവ് സെക്ടറുകളായിരിക്കും ഏറ്റവും സേഫായിട്ട് നിൽക്കുക. കാരണം മാർക്കറ്റിൽ വലിയ ഇടിവുണ്ടായാലും വലിയ തകർച്ച നേരിടാത്ത സെക്ടറുകളാണിത്. അടുത്ത 6 മാസത്തേക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു ചോയ്സ് ആയിട്ട് കാണുന്നത് നിഫ്റ്റി FMCG ETFും അതേപോലെ തന്നെ നിഫ്റ്റി ഫാർമ ETF ആണ്. കാരണം നമുക്കറിയാം മാർക്കറ്റിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു മാസമായിരിക്കും വരാൻ പോകുന്നത്. അത്തരം ഘട്ടങ്ങളിൽ ആളുകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത 2 സെക്ടറുകളാണ് FMCGയും ഫാർമയും. അപ്പോൾ ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോഴുള്ള പ്രതിസന്ധി ഒരുപക്ഷെ വലിയ തോതിൽ ബാധിക്കാത്ത 2 സെഗ്മെൻറ്റുകളായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഈ 2 സെക്ടറുകളായിരിക്കാം ഒരുപക്ഷെ സേഫായിട്ട് നിൽക്കാൻ സാധ്യതയുള്ള 2 ETF സെക്ടറുകൾ. അതുപോലെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ലാർജ് ക്യാപ്പ് ETFകളായിരിക്കും നെക്സ്റ്റ് 6 months കൂടുതലായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യത. കാരണം മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഇപ്പോൾ നല്ല മുന്നേറ്റം ഓൾറെഡി നടത്തിയതായിട്ട് കാണാം. അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒക്കെ തിരിച്ചു വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് 6 months ഒരുപക്ഷെ വലിയ കമ്പനികളിലേക്ക് നിക്ഷേപിക്കാനായിരിക്കും ഇൻവെസ്റ്റേഴ്സ് താല്പര്യമെടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റി 50 ETFും നിഫ്റ്റി നെക്സ്റ്റ് 50 ETFും കൂടുതൽ ലൈംലൈറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു ഹെഡ്ജിങ് ടൂൾ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഗോൾഡ് ETF നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പക്ഷെ അത് പോർട്ട്ഫോളിയോയുടെ ഒരു 5-10% കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേപോലെ തന്നെ ഒരു ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഇൻ്റർനാഷണൽ ETFകളും നമ്മൾ പരിഗണിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് US ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ US ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലുള്ള ETFകൾ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ അടുത്ത 6 മാസത്തേക്ക് നമ്മൾ മാർക്കറ്റിൽ വലിയൊരു കുതിപ്പ് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നമ്മുടെ ക്യാപിറ്റൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൂടാതെ വലിയൊരു തുക ഒറ്റയടിക്ക് നിക്ഷേപിക്കാതെ സിപ്പ് രീതിയിൽ ഓരോ ആഴ്ചയിലോ അല്ലെങ്കിൽ ഓരോ മാസത്തിലോ വിഭജിച്ച് നിക്ഷേപിക്കുന്നതായിരിക്കും കൂടുതൽ സേഫ്. അപ്പം മാർക്കറ്റിൽ നടക്കുന്ന വലിയ തോതിൽ അപ്പ് ആൻഡ് ഡൗൺസ് അതിനെ മാനേജ് ചെയ്യാൻ സിപ്പ് വളരെയധികം സഹായകമായിട്ടുള്ളൊരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ETFകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.